അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിപ്പോൾ ഉള്ളത് ഇത് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് പാലക്കാട് ഒറ്റപ്പാലം പോകുന്ന റൂട്ടാണ്. ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം റൂട്ട്. ചെറുപ്പുളശ്ശേരി ടൗണിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ എലിയപ്പറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമുക്കെത്താൻ പറ്റും. അവിടെ റോഡിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു മക്കാമ് കാണാം. ഫക്കീർ മൊയ്തീൻ ഉപ്പാപ്പ മക്ബറ. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു മക്ബറയാണ്. പണ്ട് കാലത്ത് ഇവിടെയൊക്കെ വയലായിരുന്നു. അങ്ങനെ നേരെ കാണുന്ന സ്ഥലത്തൊക്കെ വയലാണ്. അപ്പോൾ അങ്ങനെ ഈ വയലിൻ്റെ ഒരു ഭാഗത്ത് ഈ കുറച്ചപ്പുറം ഈ പള്ളിയുടെ സൈഡിൽ ഇതൊരു നിസ്കാരപ്പള്ളിയാണ്. പള്ളിയുടെ ഒരു ചെറിയ ചാലുണ്ട്. ആ ചാലിൻ്റെ അവിടെ ചെറിയൊരു പാറയുണ്ട്. ആ പാറയുടെ മുകളിലാണ് മഹാനവറുകളുടെ ജനാസ കണ്ടെത്തിയത്. ദിവസങ്ങളോളം ആ ജനാസ അവിടെ കിടക്കുകയും ആ ജനാസക്ക് യാതൊരു കേടും വരാതെ അവരത്ഭുതം കണ്ടപ്പോഴാണ് ആളുകൾ അതെടുത്ത് മറവ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു വിവരം ഇൻഷാ അല്ലാഹ് ഞാൻ ഈ മക്കാമ് ഒരുപാട് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഷോർട്സ് വീഡിയോ ആണ്. അറിയാത്ത ആളുകൾക്ക് പരിചയപ്പെടുക എന്നുള്ള ലക്ഷ്യത്തിലാണ് വീഡിയോ ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇപ്പം നമ്മൾ സ്ഥിരം പോകുന്ന വഴിയും കൂടെയാണ്. അപ്പോൾ ഇതാണ് മഹാനവറുകളുടെ മക്ബറ. ഇതിൽ പോകുന്ന ആളുകളൊക്കെ ഇവിടെ കയറി സിയാറത്ത് ചെയ്യാറുണ്ട്. ഇവിടത്തേക്ക് എന്തെങ്കിലുമൊക്കെ സ്വതക്കുകൾ ഹദിയകൾ നൽകാറുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഇവിടെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ഈ മഹാൻ്റെ ദറജകളെ അല്ലാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. അല്ലാഹു തആല നമ്മൾ ഓതിയ ഖുർആൻ ശരീഫ് ഫാത്തിഹ സൂറത്ത് ഈ മഹാൻ്റെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഈ മഹാൻ്റെ ദറജകൾ അല്ലാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. ഇവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു തരട്ടെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു തആല നിറവേറ്റി തരട്ടെ. എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടൊക്കെ അല്ലാഹു തആല നമ്മെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല